മമ്മി മോളെ എന്ത് പറ്റി? ഇനി ഇതിലും കൂടുതൽ എന്ത് പറ്റാൻ? എന്താ മോളെ ഉണ്ടായത്? നീ ഒന്ന് തെളിച്ച് പറ. എന്ത് പറയാന്ന് വെച്ചാ ആ ബോക്സ് എടുത്ത് നോക്ക്, അപ്പൊ മനസ്സിലാവുമല്ലോ. മോളെ ഇതൊരു ഡ്രസ്സല്ലേ, ഇതിനാണോ നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചേർന്നെ? മമ്മി ശരിയാണ്, ഇതൊരു ഡ്രസ്സാണ്. പക്ഷെ എന്റെ സിയോ ഇല്ലേ, അങ്ങേര് നാളെ എന്നോട് ഇത് ഇട്ടു ചെല്ലാൻ പറഞ്ഞ. അതിനെന്താ, ഇനി നിന്നെ കൊണ്ട് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് വിളിച്ചു പറഞ്ഞാ പോരെ? തെറ്റായ ഒന്നും അറിയാത്ത പോലെ. ഞാൻ ഇന്നലെ എഗ്രിമെന്റ് സൈൻ ചെയ്തതല്ലേ, അപ്പൊ എനിക്ക് അവര് പറഞ്ഞത് കേട്ടല്ലേ പറ്റൂ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ബോസിനെ വിളിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലാതിരിക്കൂലല്ലോ. ഇനി അങ്ങേർക്ക് വിളിക്കണല്ലേ? ഓ മൈ ഗോഡ്, ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. ഞാൻ കൊടുത്ത പണി എന്താ ഏറ്റില്ലേ? അവളെന്താ വിളിക്കാത്തെ? ഓ മൈ ഗോഡ്, അവള് വിളിക്കണു. പണി ഏറ്റു. ഹലോ ഹലോ, JK അല്ലേ? അതെ, JK ആണ്. JK, ഇത് ഞാനാ, ജെനിഫർ ക്രിസ്റ്റി. ജെനി, പറയൂ, എന്തു പറ്റി? തനിക്കറിയില്ലേടോ എന്ത് പറ്റി? താൻ എന്തിനാ ഒരു ബോക്സ് ഒക്കെ എന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചെ? അതോ, അത് നാളെ മീറ്റിങ്ങിനുള്ള ഡ്രസ്സ്. എന്തേ, തനിക്ക് ഇഷ്ടായില്ലേ? കളർ മാറ്റണോ? കളറ്? ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും യൂസ് ചെയ്തൊരു ശീലമല്ല. എനിക്ക് ഇടാൻ പറ്റില്ല നാളെ. അത് തന്റെ പ്രശ്നം, അത് എനിക്ക് അറിയേണ്ട കാര്യമില്ല. എനിക്ക് തന്റെ അടുത്ത് ഓർഡർ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ബിക്കോസ് ഐ ആം യുവർ ബോസ്. യെസ്, യു ആർ റൈറ്റ്. ബട്ട് ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിലൊരു ബോസിനെ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. താൻ പറയണതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എന്റെ ഓഫീസിൽ ഞാൻ പറയുന്നത് മാത്രമേ നടക്കൂ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ചോദിക്കാം, JK, എന്തേലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ARK ട്രേഡേഴ്സിന്റെ മുന്നിക്കാ പോണേ. തനിക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിക്കോളാം. വാട്ട്? ARK ട്രേഡേഴ്സോ? യെസ്, ARK ട്രേഡേഴ്സ്. തനിക്ക് പറ്റുമില്ലേ? യെസ് JK, I will do it. Then see you tomorrow. Good night. Good night JK. ഇത്ര വേഗം നീ സമ്മതിക്കാൻ മാത്രം എന്താണ് ARK ആയിട്ട് നിനക്ക്? കണ്ടുപിടിക്കാം. എന്തായാലും ഐ എം സോ ഹാപ്പി. എൻ്റെ ബേബി ഗേളിനെ ഞാൻ കാണാൻ ആഗ്രഹിച്ച വേഷത്തിൽ ഞാൻ നാളെ കാണാൻ പോവാ. ഐ എം സോ എക്സൈറ്റഡ്. നമ്മൾ വിചാരിച്ച പോലെ അവർ കളത്തിൽ ഇറങ്ങി കളിക്കാൻ തുടങ്ങി. ഓഹോ, അപ്പൊ അവരുടെ പ്ലാൻ അങ്ങനെയൊക്കെയാണല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ഈ ജെനിഫർ ക്രിസ്റ്റി വിട്ടുകൊടുക്കാൻ പോണില്ല. മമ്മി, ഒരു കോഫി. യുങ്കി ഇതും പറഞ്ഞ് തിരിയണതേ ജെനി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതാ. Your eyes got my heart falling for you. You're messing with my heart and I still wanna love you. ഞാൻ ഇനി സ്വപ്നത്തിൽ നിന്ന് എണീച്ചില്ലേ? എന്താ ഇവനെയൊന്ന് എണീച്ച? അതിനത് സ്വപ്നമല്ലല്ലോ. പിന്നെ ആ പെങ്കൊച്ചേതാ? ഓക്കെ പെങ്ങളെ, വീട് മാറിപ്പോയി. പറഞ്ഞ പോലെ ഇത് എന്റെ വീടാണല്ലോ. ഞാൻ ഇതെങ്ങോട്ടാ? ഏതാടി നീ? മനസ്സിലായില്ല, ഞാനത് ജെനിയാണ്. മോളെ, ഇത് നീയായിരുന്നോ? ഇച്ചാനാണെങ്കിൽ മനസ്സിലാവണ്ടേ. എന്നാ ഭംഗിയാ മോളെ നിന്നതില് കാണാൻ. ഭംഗി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അറിയോ, ഈ കുന്ത്രാണ്ടങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ 2 വട്ടം വീണു. ഇപ്പഴൊന്ന് നേരെ നടക്കാൻ പഠിച്ചേ. അയ്യോടാ, ഇച്ചാന്റെ മോള് വീണോ? ഫസ്റ്റ് ടൈം അല്ലേ? നീ ശരിയായിക്കോളൂ കേട്ടോ. പിന്നെ ഞാനിത് സ്ഥിരാക്കാനൊന്നും പോണില്ല. ഇച്ചായ, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? എനിക്കൊന്നും ബൈക്ക് ഓടിക്കാൻ പറ്റും തോന്നുന്നില്ല. കണ്ടറിയാ, നീ ആ JKന്റെ പിയല്ലേ? അവനെ എന്നെക്കാളും നന്നായി നിനക്കറിയില്ലല്ലോ. എല്ലാം നമുക്ക് കണ്ടറിയാം. അതിനെന്താ മോളെ, ചായ കൊണ്ടുവിടാലോ. ഒരു 10 minutes വെയിറ്റ് ചെയ്തോ. ചായ. പിന്നെ മമ്മി രാവിലെ തന്നെ മമ്മീന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാണ്. ഓക്കെ, എന്ന് ചായ ദാ വരുന്നു.
താങ്ക് യു സോ മച്ച് ചായ. എന്നാ ഈവനിങ് കാണാട്ടോ. ആ മോളെ, ടേക്ക് കെയർ. ബൈ ബൈ. ചെയ്യാൻ പോവാട്ടോ. നമുക്ക് ജെനി അവിടെ എത്തുന്നതിന് മുന്നേ ഓഫീസിൽ എന്തൊക്കെയാ നടക്കണമെന്ന് പോയി നോക്കിയാലോ? ആ താടക എപ്പോഴാ വരിക? അവൾക്ക് അറിഞ്ഞൂടെ കറക്റ്റ് ടൈമിനോടെ എത്തണമെന്ന്? അവക്കുള്ള ചീത്ത കൂടി ഞാനാണ് ഈ കേൾക്കണത്. മെല്ലെ പറഞ്ഞോ, അവളെങ്ങാനും ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നിനക്ക് ഇന്നലെ കിട്ടിയതിന്റെ ബാക്കി കിട്ടും. ഓ ജെനി, നീ എന്താ എത്താത്തെ? ഓൾറെഡി 10 minutes ആയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തേ നടന്നുകൊണ്ടിരിക്കണേ. മീറ്റിംഗ് തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയി. ഇതുവരെയായിട്ട് നമ്മളെ ജെനിഫർ ക്രിസ്റ്റ് മാത്രം എത്തിയില്ല. എല്ലാവരും നമ്മളെ ജെനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ സിറ്റുവേഷനിലാണ് നമ്മളെ ജെനിമോൾ ഇങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോണേ. ഇനി നമുക്ക് കാണാൻ എന്താ സംഭവിക്കാന്ന്. എന്റെ മോനെ, എല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മളെ ജെനീന്റെ എൻട്രി കണ്ടിട്ട് അമ്പരത്ത് പോയിരിക്ക. ഓ മൈ ഗോഡ്. പിന്നെ ജെകെന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അവനാണെങ്കിൽ കിളിയില്ലാതെ മൊത്തം പോയിട്ടുണ്ട്. ഓ മൈ ഗോഡ്. Oh my god, damn it. She looked so hot and gorgeous. Oh my god. എന്റെ കൺട്രോൾ ദൈവങ്ങളെ കാത്തോണ്ടേ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഐ ആം ജെകെ's PA. എന്താ ജെകെ ഇത്? PA ഒക്കെ ലേറ്റ് ആയി വരിക എന്ന് പറയുമ്പോ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യല്ലേ? എന്റെ PA അല്ലേ, എനിക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ തനിക്ക് എന്താ? പിന്നെ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇന്നലെ കുറച്ച് വർക്ക് കൊടുത്തു, അത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടി ഷീസ് കുറച്ച് ലേറ്റായി, അത്രയേ ഉള്ളൂ. അലക്സ്, ജെകെ, നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മളെ കമ്പനീസിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. സോ പരസ്പരം തല്ല് പിടിക്കാനുള്ള നേരമല്ലത്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. പാർട്ട്ണർഷിപ്പിൽ തന്നെ വന്നേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡിമാൻഡ് പറയാവുന്നതാണ്. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്. ഞങ്ങൾക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ. അതിന് ജെകെ സമ്മതിച്ചാൽ നമുക്ക് പാർട്ട്ണർ ആവാം. ഓ, എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അതിന് ARKക്ക് ഏറ്റവും വിലപ്പെട്ട ഒരാൾ കൂടി വരണം, എന്നാലേ അത് പറയാൻ പറ്റൂ. എന്നാ നിങ്ങളുടെ ആഗ്രഹം പോലെ അവരെ വിളിക്കൂ. ഇച്ചായന്മാരെ, ഞാൻ ലേറ്റ് ആയോ? ഇല്ല മോളെ, കറക്റ്റ് ടൈമാ. ഇതാണ് ഞങ്ങൾ വരാണ്ട് പറഞ്ഞ ഞങ്ങളെ ഒരേ ഒരു പെങ്ങൾ, ആലിയ വർമ്മ. വെൽക്കം ടു JJ ഗ്രൂപ്പ്, മിസ് ആലിയ വർമ്മ. താങ്ക് യു സോ മച്ച് ജെകെ. ഇപ്പൊ വരാനുള്ളവരൊക്കെ വന്നില്ലേ? ഇനി നിങ്ങൾ ഡിമാൻഡ് പറയൂ. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞാനും ജെകെ ആയിട്ടുള്ള മാരേജ്. വാട്ട്? അതെ, ജെകെയും ഞങ്ങളെ പെങ്ങളുമായിട്ടുള്ള മാരേജ് ആണ് ഞങ്ങളുടെ ഒരേ ഒരു കണ്ടീഷൻ. എന്നാ ഈ ഡീൽ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ആ കണ്ടീഷൻ ഒരിക്കലും നടക്കാൻ പോണില്ല. അത് നീയാണോ ഡി തീരുമാനിക്കുക? ഞാൻ തീരുമാനിച്ചാ മതി. എൻ്റെ ഹസ്ബൻഡിനെ ഇപ്പൊ കെട്ടിക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഇനി കെട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ മോളെ വിളിക്കാട്ടോ. വാട്ട്? ഹസ്ബൻഡോ? ഇവളിത് എന്തൊക്കെ കർത്താവി പറയണ? മാരീഡോ? എപ്പോ? എങ്ങനെ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജെകെന്റെ അടുത്ത് ചോദിക്കും. ജെകെ, എന്താ ഇതൊക്കെ? Yeah guys, we are married. ഇല്ല ഇല്ല, ഞാൻ ഇതൊന്നും വിശ്വസിക്കൂല. ഇറ്റ്സ് ആൾ ഫേക്ക്. ഓ, ഈ ഒരു പിശാശ്. നിനക്ക് എന്താടി വിശ്വസിച്ച? ഇവളെന്നെ കൊണ്ട് കടങ്കൈ ചെയ്യിപ്പിക്കും. തീരെ വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം തരാം. ഇറ്റ്സ് അവർ മാരേജ് സർട്ടിഫിക്കറ്റ്. മാരേജ് സർട്ടിഫിക്കറ്റോ? അതും എന്റെ കല്യാണത്തിന്റെ ഞാൻ അറിയാത്ത സർട്ടിഫിക്കറ്റ്? കർത്താവ്, ഇവിടെ എന്താ നടക്കണേ? ഇതൊക്കെ നീ ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേറൊരു കാര്യം കാണിച്ചുതരാം. ഇനി അത് നീ ഫേക്ക് ആണെന്ന് പറയൂ? ആദ്യം നീ കാണിക്കേ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്നാ അങ്ങനെ ആവട്ടെ.
ഇതും പറഞ്ഞ് ജെനി ജെകെന്റെ അടുത്തോട്ട് നടക്കുന്നു. പാവം നമ്മുടെ ജെകെ ഒന്നും അറിയാതെ മനസ്സിലാവാതെയും കിളിയും പോയി നിൽക്കുന്നുണ്ട്. Is this real? Is this real? What I'm feeling deep inside. How can I hide when it's everywhere? Every little breath I take, I feel. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് പോയി. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എനിക്ക് എക്സാം ഒക്കെയാണ്. ഞാൻ വീഡിയോ ഇടുമ്പോൾ ലേറ്റ് ആയിരിക്കും മിക്കവാറും. മാക്സിമം നേരത്തെ ഇടാൻ നോക്കാം. അപ്പോൾ ബൈ എല്ലാവർക്കും. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടു ബി കണ്ടിന്യൂഡ്.